ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 4 കാറുകൾ. ആദ്യത്തെ നമ്മുടെ പജേറോ SFX ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി തന്നെയായിരുന്നു SFX. കൂടുതലൊന്നും അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, കാരണം ഡാക്കാർ റാലിയിലെ കിങ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു പജേറോ എന്ന് പറയുന്നത്. പക്ഷേ മിസ്തുബിഷി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയതോട് കൂടിയിട്ട് പജേറോയും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അടുത്ത നമ്മളെ ഷവർലെ ക്രൂസ് ആണ്. ഒരു ഡീസൽ ജെറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. കാരണം വെച്ചാൽ പല പ്രീമിയം കാറുകളോടും ഒറ്റയ്ക്ക് മുട്ടി നിന്ന് ജയിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള വണ്ടിയായിരുന്നു ക്രൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഷവർലെ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള മാർക്കറ്റിംഗും പ്ലാനിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അടുത്തായിട്ട് നമ്മുടെ സ്കോഡ ഫാൻസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള സ്കോഡ ഒക്ടാവിയ VRS ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു സെഡാൻ തന്നെയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള ഒരു സെഡാൻ തന്നെയായിരുന്നു VRS എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യക്കാരുടെ സെഡാനിൽ നിന്നും എന്താ പറയുക SUV-യിലേക്കുള്ള ഒരു താല്പര്യ മാറ്റം കാരണം തന്നെ നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് 2023 ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അടുത്തായിട്ട് നമ്മുടെ ഫോർഡ് എൻഡോർ ആണ്. ഇന്ത്യയിൽ തന്നെ വളരെ കരുത്തനായിട്ടുള്ള ഒരു എതിരാളി ഉണ്ടായിരുന്നെങ്കിലും ഉപയോഗിച്ചവരെ യൂസ് ചെയ്തവരൊക്കെ ഫാനാക്കി മാറ്റിയിട്ടുള്ള ഒരു SUV ആയിരുന്നു ഫോർഡ് എൻഡോർ എന്ന് പറയുന്നത്. അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ഒരു SUV ആയിരുന്നു ഫോർഡ് എൻഡോർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കരുത്തനായിട്ടുള്ള ഒരു എതിരാളി ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ എതിരാളിയെ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ 2019 ആയപ്പോഴത്തേക്കും ഫോർഡ് ഇന്ത്യ വിട്ടോട് കൂടിയിട്ട് നമുക്ക് എൻഡോറിനെയും നഷ്ടമായി.